ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദൻ. ഭാഗം 2296. ഇന്ന് ഏപ്രിൽ മാസം 14-ാം തീയതി, 104-ാമത്തെ ദിവസത്തിലെത്തി. വളരെ ആലോചിച്ചിട്ട് തന്നെയാണ് ക്രിസ്തുയേശു എന്നോടും പറഞ്ഞു, വിധിക്കപ്പെടാതിരിക്കാൻ നീയും വിധിക്കരുത്. മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ എന്റെ ജീവിതത്തിലെ ബാക്കി മുഴുവൻ നന്മകളും സുഹൃതങ്ങളും വിസ്മരിക്കപ്പെട്ടേക്കാം, പരിഗണിക്കാതെ പോയേക്കാം. അതെ, കുറ്റം വിധിക്കുന്നു എന്ന ഒറ്റ കുറ്റം കൊണ്ട്, കാരണം കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം നീതീകരിക്കപ്പെടാതെ പോയ ഒരു പരീശനെ കുറിച്ച് ക്രിസ്തുയേശു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തോ വല്ലാതെ ഭയം തോന്നുന്നുണ്ട്. അതെവിടെയാണെന്ന് പറയുന്നില്ല. എന്നാലും വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഉണ്ട് കേട്ടോ. ഒരു ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കാൻ പോയ കർത്താവിന്റെ കഥയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം ആ പരീശൻ നീതീകരിക്കപ്പെടാതെ പോകുന്നു. അതുവരെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെയാണ് പോയത്, നന്നായിട്ട് തന്നെ പോയത്. പരീശന്റെ വരവും ദേവാലയത്തിൽ കയറി നിൽപ്പും പ്രാർത്ഥനയുമൊക്കെ. പക്ഷെ അയാൾ എപ്പോഴോ ചുങ്കക്കാരനെ കണ്ടു. ദൈവത്തെ കണ്ടെത്തിയ പരീശൻ പിന്നീട് ചുങ്കക്കാരനെ കണ്ടു. അത് മറ്റൊരു കാഴ്ചപ്പാടിലൂടെയുമാണ് ഈ ചുങ്കക്കാരനെ അയാൾ സ്വീകരിച്ചത്. അയാളെ കണ്ടതോടുകൂടി താൻ അവനേക്കാൾ എത്രയോ ഭേദപ്പെട്ടവനാണ് എന്നൊരു ചിന്ത തലയിൽ കയറിക്കൂടി. അതോടുകൂടിയാണ് എല്ലാം പാളുന്നത്. എന്നാൽ ഏറ്റുപറയാൻ ഒരു സുഹൃതം പോലുമില്ലാതെ, ദേവാലയത്തിൽ നിൽക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് കണ്ട് അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ ഓർത്തു നിൽക്കുന്ന ചുങ്കക്കാരനാവട്ടെ ഒടുവിൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയെന്നുകൂടി യേശു പറയുമ്പോൾ അതെന്തൊരു കഥയാണ്! അതെന്റെ ജീവിതമല്ലേ? എന്റെ ചില അഹംബോധങ്ങളുടെ മുനയ്ക്കാണ് കുറച്ച് കുസൃതിയോടുകൂടി ക്രിസ്തുയേശു തൊട്ടത്, ആ മുന ഒടിച്ചു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ യേശു പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ നിനക്ക് മുമ്പേ കള്ളന്മാരും വേശ്യകളുമൊക്കെ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ച് അവിടുത്തെ വിരുന്നിനിരിക്കും. മുമ്പന്മാര് പിമ്പന്മാരാവും, പിമ്പന്മാർ മുമ്പന്മാരുമാവും. കുറെ കൂടി അനുഭാവത്തോടെ എല്ലാവരെയും കാണണമെങ്കിൽ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിലൂടെ നമ്മൾ കണ്ടു തുടങ്ങണം. ക്രിസ്തീയത എന്ന് പറയുന്നത് സത്യത്തിൽ അതല്ലേ? എന്നെങ്കിലും ഏതെങ്കിലും കാലത്ത് നമുക്കിതിനെ സാധിക്കും. വളരെ വ്യക്തിപരമായിട്ട് ഒന്ന് ആലോചിക്കേണ്ടതാണ്, സാധിച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്. ആമേൻ.